ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഈ പ്രപഞ്ചത്തിൽ എത്രയോ ജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രയോ പരസഹസ്രം പ്രയത്നങ്ങളും പുണ്യങ്ങളും കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഗുരുനാഥനെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഗുരുനാഥൻ്റെ ആ ഒരു കൃപ നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തിലെ നാവ് എന്നത് ജിഹ്വയായിട്ട് മാറുന്നുള്ളൂ. കാരണം നാവ് പല കാര്യങ്ങൾ പറയുന്നുവെങ്കിലും ഈശ്വരനാമങ്ങൾ പറയുവാനായിട്ടത് വഴങ്ങുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നമ്മൾ വരുമ്പോഴുള്ള പാപഭാരമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ആ നാവിന് ആ ഒരു പ്രാവണ്യം കിട്ടണം. അത് എളുപ്പമല്ല. ജിഹ്വയായിട്ട് തീരണം. ജിഹ്വ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് നാവിൻ്റെ അറ്റത്ത് ഒരു ഗ്രന്ഥിയുണ്ട്, അതിനെ സരസ്വതി എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിൽ സംസാരശേഷി ഉണ്ടാകുന്നത്. അപ്പോൾ ആ സംസാരശേഷിയിൽ ആ സരസ്വതി കടാക്ഷം വന്നാൽ അത് നാമം ജപിക്കുവാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള നാവ് നമുക്ക് കിട്ടിയിട്ടും ഇത് ലഭിച്ചിട്ടാണ്, നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ എത്രയോ പുണ്യങ്ങൾ കൊണ്ട് കിട്ടുന്ന ഈ മനുഷ്യജന്മം നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടല്ല കിട്ടുന്നത്, അത് ഭഗവാന്റെ കരുണയാണ്. അപ്പം അങ്ങനെ കിട്ടിയ ജന്മത്തിൽ ഈ പറയുമാതിരി ബാക്കിയെല്ലാം സംസാരം നിർത്തിയിട്ട് ഈശ്വരനാമങ്ങൾ ജപിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പറയുന്നത് വെറും ഈ പോലെ മരണപ്പെട്ടു പോയ ശവത്തിൻ്റെ നാവ് പോലെ ആയി തീരുന്ന. ഈശ്വരനാമം ജപിക്കാത്ത നാവെന്ന് പറയുന്നത് ശവങ്ങളുടെ നാവായിട്ട് തീരുന്നതാണ്. കാരണം എന്താണ്? നമ്മുടെ നാവിന് ഉണർച്ച വരണം, അതാണ് ഉണർവ് വരണം. അതിൽ നിന്ന് ഉതിരുന്നത് ഈശ്വരനാമങ്ങൾ മാത്രമായിരിക്കണം. അങ്ങനെയാണ് ആഞ്ജനേയ സ്വാമി എടുത്ത് അത് കേട്ടു, ഇന്ന് ഏത് തീയതിയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് രാമനാമം മാത്രമേ അറിയാവുന്നു, അല്ലാണ്ട് വേറൊന്നും അറിയില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ ഒരു പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് ഈശ്വരനാമം. ആ ഈശ്വരനാമത്തെ നമുക്ക് വേണ്ടി പ്രകടമാക്കി തന്ന നാമ അവതാരമൂർത്തിയാണ് ശ്രീ അഭേദാനന്ദ സ്വാമികൾ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുമാതിരി എവിടെ ചെന്നാലും ഈശ്വരനാമം മുഴക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിതവ്രതമായിട്ട് അഭേദാനന്ദ സ്വാമികൾ തിരഞ്ഞെടുത്തത്. ഇതിന് പ്രേരണ കൊടുത്തത് രമണ മഹർഷിയാണ്. ഇദ്ദേഹം അവിടെ യോഗയിൽ ഇരിക്കുന്ന അവസരത്തിൽ രമണ മഹർഷി അവിടെ വരികയും അദ്ദേഹത്തെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നിടപ്പോൾ ഉനക്കിത് കാവലയില്ല, നീ ഇത് വിട്ടിട്ട് ഉനക്ക് നാമം നീ അത് നാമത്തെ പിടിച്ചാൽ പോരും എന്ന് പറഞ്ഞ് രമണ മഹർഷിയുടെ ആ ഒരു ഉപദേശമാകുന്ന ജ്ഞാനത്തിൽ നിന്നാണ് നാമഗംഗയായിട്ട് അഭേദാനന്ദ സ്വാമികൾ മാറിയത്. അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ നടന്ന് എവിടെ ചെന്നാലും അഭേദാനന്ദ സ്വാമികളുടെ ഭജനയുടെയും നാമസങ്കീർത്തനത്തിൻ്റെ ഒരു അമൃത വർഷം നമുക്ക് അനുഭവിക്കാനുള്ള ഒരു പുണ്യം ഈ ഭൂമിയിൽ ലഭിച്ചിട്ടുള്ളൂ. വേറെ എവിടെ ചെന്നാലും ഇത് ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പറയുന്നത്, പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങളശേഷമൊതുങ്ങിടും, വിധിച്ചിടുന്ന കർമ്മങ്ങളൊങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. ഇത് ശരിക്ക് ഈ പാരിൽ സഞ്ചരിക്കാൻ, സഞ്ചാരത്തെ കൂടുതലായിട്ട് സ്വാമിജി എപ്പോഴും ഉപയോഗിക്കരുത് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സഞ്ചാരപ്രിയനായ നാമപ്രചാരകനായ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഒരു പ്രമുഖ ശിഷ്യനാണ് പ്രശാന്താനന്ദ സ്വാമി. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ഈ പറയുമാതിരി യാത്രയാണ് കൽപ്പിച്ചിരിക്കുന്നത്. എപ്പോൾ വന്നാലും കണ്ടാൽ പറയുന്നതാണ്, പ്രശാന്ത ഇങ്ങോട്ട് പോയിട്ടോ. ഇങ്ങനെ അദ്ദേഹത്തെ ഇവിടെ ഏത് സ്ഥലത്തും അദ്ദേഹം പോകാതായിട്ടുള്ള സ്ഥലങ്ങളില്ല. എല്ലാ ഭാഷയൊക്കെ നല്ലോണം പരിചയമാണ്, നല്ല പരിചയമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഹരിദ്വാറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഇന്ന് നീ ഇവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ കൈലാസത്ത് പോയിട്ട് തിരുവനന്തപുരം നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ഓ ശരി പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. അപ്പോഴത്തന്നെ അങ്ങ് ഇറങ്ങും. ഒരു തോൾ സഞ്ചി ഉണ്ട്, അതും തോളിലിട്ടുകൊണ്ട് അദ്ദേഹം അങ്ങ് ഇറങ്ങി.
അപ്പോൾ കുറേ ദൂരമൊക്കെ നടന്ന് അദ്ദേഹം പറയുക, എങ്ങനെയാണ് ഞാൻ കൈലാസത്തിൽ നിന്നുള്ളത് അറിയില്ല. കൈലാസേശ്വരനെയൊക്കെ പൂജിച്ച് മാനസതരത്തിലൊക്കെ ജ്ഞാനമൊക്കെ. പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഗുണമെന്നല്ല, അദ്ദേഹം തൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. പ്രശാന്താനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ശരിക്ക് അദ്ദേഹം പ്രകൃതിക്ക് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുമായിരുന്നു. പല ഉദാഹരണങ്ങൾ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്രകൃതിയുമായിട്ടങ്ങ് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞ ഒരു മഹത് സന്യാസി യോഗി വര്യനായിരുന്നു പ്രശാന്ത സ്വാമി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈലാസത്ത് ദർശനം നടത്തി മാനസദർശത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്തോ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ സ്വർണ്ണഹംസത്തെ കണ്ടു എന്നാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആർക്കും കിട്ടുന്നതല്ല. അപ്പോൾ സ്വർണ്ണഹംസത്തെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഗുരു അഷ്ടകം, സ്വാമിജിയുടെ ആ ഗുരു അഷ്ടകം പറഞ്ഞ് അതിനെ നമസ്കരിച്ചു എന്നും അങ്ങനെ ഒരു മഹത്തായ പുണ്യം എനിക്ക് കിട്ടിയടേ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ അവിടെ നിന്ന് കൈലാസത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നേപ്പാളിലോട്ട് പോയ സമയത്ത് അവിടെ ഉത്തരേന്ത്യയിൽ അതിനപ്പുറമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സന്യാസിമാർക്കൊക്കെ നല്ല മതിപ്പാണ്, അവരെല്ലാവരും ബഹുമാനിക്കും. അങ്ങനെ ഇദ്ദേഹം ചെന്നത് ഇഗ്ലു എന്ന് പറയും. ഈ മഞ്ഞിൽ ചെറുതായിട്ട് ഇങ്ങനെ ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴഞ്ഞു വേണം അകത്തോട്ട് കയറാൻ. ഇഗ്ലു എന്നാണത് പറയണേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായിരുന്നു. എത്രയോ ദിവസം കൊണ്ട് ആഹാരവും ശരിക്കൊന്നും ലഭിച്ചില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആഹാരം കൂടുതൽ ഈ പറയുമാതിരി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെടികളും അതുപോലെ എന്ത് കിട്ടിയാലും ശരിക്കും നമ്മൾ ഈ നേച്ചുറോപ്പതിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ആറയിൽ ചെല്ലുമ്പോഴും ഇദ്ദേഹമാണെങ്കിൽ അവിടെ ആ വെളിയിൽ ഇറങ്ങി ചെന്ന് കുറേ പേരയില മറ്റേ ഇലകളെല്ലാം കൂടി ഇട്ട് നല്ലൊരു കറി ഉണ്ടാക്കിക്കൊണ്ടുവരും. അന്നൊന്നും പ്രകൃതി ചികിത്സ ഇത്രത്തോളം പ്രാബല്യത്തിൽ വന്നില്ല. പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്ന ഈ കറി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഭയങ്കര ഉണർവാണ്. അദ്ദേഹം ആഹാരം ആരെയും കഴിക്കില്ല, ഈ ഇലകളൊക്കെ കിട്ടുള്ള ഒരു കറിയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഈ ഇഗ്ലൂവിൽ ചെന്നപ്പോഴത്തേക്കും അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഒരു സന്യാസി ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു നമ്മളിവിടെ ഓണം വരും പോലെയാണ്. അവർ ഭയങ്കര സന്തോഷത്തോടെ ഇദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് നോക്കിയപ്പോൾ ആ വീട്ടിൽ അമ്മയും ഭർത്താവും 2 കുട്ടികളേ ഉള്ളൂ ആ വീട്ടിനകത്ത് താമസം. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ സ്വാമിയെ സ്വീകരിച്ചിരുത്തുകയും അപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് കുറച്ച് ആഹാരം തന്നാൽ 2-3 ദിവസമായി ഉറങ്ങിയിട്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ അവിടെ അതിനകത്തുണ്ടായിരുന്ന ഈ ട്രെയിനിലെ സ്ലീപ്പർ പോലെയാണെന്നാണ് പറയണത്, അവർക്ക് കിടക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതിൽ എന്തോ ഒരു മേറ്റ് പോലെ ഉണ്ട്, ഈ പുല്ല് വെച്ചുള്ളതാണ്. അന്ന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അതുണ്ടെങ്കിൽ കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലും കിടക്കാൻ പറ്റില്ല, അത്ര തണുപ്പാണ് അവിടെ. മഞ്ഞിലാണ്, അതിനകത്താണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒന്ന് അവർ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് സ്വാമിക്ക് കൊടുത്തു. എന്നിട്ട് വേണ്ട ആഹാരവും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആഹാരമൊക്കെ കൊടുത്തു. സ്വാമി എടുത്ത് പറഞ്ഞ് ശരി റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് മുകളിലത്തെ ലെയറാണ് സ്വാമിക്ക് കിടക്കാനായിട്ട് കൊടുത്തത്. സ്വാമി പറഞ്ഞു മുകളിലോട്ട് കയറി കിടന്നത് മാത്രം അറിയാം. ഇത്ര ദിവസത്തെ ക്ഷീണവും നടന്നതും പിന്നെ ആ തണുപ്പിൻ്റെതും കൊണ്ട് പെട്ടെന്നങ്ങ് ഉറങ്ങി. പക്ഷേ ഉറങ്ങിയെന്ന് പറയും മുമ്പേ ഉണർന്നു. അതെന്താ കാര്യമെന്ന് കേട്ടപ്പോഴും പറഞ്ഞു, ഉറങ്ങാൻ പറ്റണില്ല, എഴിച്ചിരുന്ന് കുറേ കഴിഞ്ഞിട്ട് പിന്നെ കിടന്നിട്ട് പിന്നെ എഴിച്ചിരിക്കും, കിടക്കാൻ പറ്റണില്ലേ, ഇതെന്താ ഇത്ര എനിക്ക് മാത്രം ഈ പ്രശ്നം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ താഴത്തെ ബ്രെഡിലൊക്കെ അവരോരോരുത്തരായിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ 2 ദിവസം ഇത്രയും ക്ഷീണം ഇതുണ്ടായിട്ട് ഈ മേടയിൽ ഇദ്ദേഹത്തിന് കിടക്കാൻ പറ്റുന്നില്ല. കിടക്കും 2 സെക്കൻഡ് മുമ്പ് കഴിച്ചിരിക്കും, പിന്നെയും കിടക്കും. അപ്പോൾ പറഞ്ഞു ഈ ശരീരത്തിന് മാത്രം എന്താ, ബാക്കി 3 അവർ കിടക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പറയണം ഞാനും അങ്ങ് കിടന്നു. കിടന്ന് കഴിഞ്ഞപ്പോഴാണ് എന്താണ് പിന്നെ സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. അപ്പോൾ ഞാനെന്നുള്ള ഭാവം വന്നുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. അവർ കിടന്നുറങ്ങണം, എനിക്ക് മാത്രം എന്തെന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റി സുഖമായിട്ട്. പിന്നെ 1 ദിവസം നല്ല ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് സ്വാമിക്ക് പറ്റിയത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എന്താണ് ഈ ഇട്ടിരുന്ന ഈ പുല്ലിലുള്ള ഒരു മെത്ത പോലെ ഒരെണ്ണമുണ്ട്, അതിനകത്ത് മുഴുവൻ എന്തോ ഈ ചെറിയ പ്രാണികളാണ്. ആളങ്ങോട്ട് കിടക്കുമ്പോൾ അത് ഊന്ന് ശരീരം മുഴുവൻ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ മറ്റവർ ഉറങ്ങുന്നു എന്ന് വെച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞ് ഞാനും ഉറങ്ങി. അപ്പോഴേ ഇതൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, അദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രാരാബ്ധങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരനുഭവം നിറഞ്ഞ ഒരു ലൈബ്രറി പോലെയായിരുന്നു പ്രശാന്ത സ്വാമികൾ. യാത്രയിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ള അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നതോറും അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ ഒരു കാഠിന്യം എന്നുവെച്ചാൽ എന്തിനെ സഹിക്കാനുള്ള ഒരു
കെൽപ്പ് അദ്ദേഹത്തിന് ആശ്രമത്തിൽ വന്ന് നാമവേദിയിൽ ജപിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു കഴിവ് കിട്ടിയതെന്നും അദ്ദേഹം അടിക്കടിക്ക് സൂചിപ്പിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ആ പ്രശാന്ത സ്വാമിയുടെ ഈ ഒരു ചരിത്രം വളരെയധികം വഴികാട്ടിയായി മാറട്ടെ.